ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സാരി, ബനാറസ് സാരി അല്ലേ അമ്മ? അതെ, നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്യണ്ടേ. ഇന്നലെ ഈ ബിൽഡിംഗ് ഒക്കെയാണ് രാത്രിയിൽ നിങ്ങൾ കണ്ടത്. ഡേ ടൈമിൽ ഇതാണ് ഇതിന്റെ വ്യൂ. ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്. ഇവിടെയാണ് എല്ലാം ആനകൾ, കംപ്ലീറ്റ് ആനകളുടെ പെയിന്റിങ്സ് ആണ് ഇവിടെ. കഴുതുകൾ പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതിലെ തന്നെ വന്നിരിക്കുകയാണ്. ഇതാ നോക്കേ, ഞങ്ങളിപ്പോ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്താണ് ജഗദീഷ് ടെമ്പിൾ. ഉദയ്പൂർ വന്നാൽ ആരും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ജഗദീഷ് ടെമ്പിൾ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പം ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം. ഒരു പക്ഷേ ഇത് ഞാൻ ശ്രേഷ്ഠ എപ്പിസോഡിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ജഗദീഷ് ടെമ്പിളിൻ്റെ ശ്രേഷ്ഠമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ തൊട്ട് ഓപ്പോസിറ്റുള്ള ചെറിയൊരു കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ അയോധ്യയിൽ പോയപ്പോഴും ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കച്ചോടി, സമോസ, അതുപോലെ പോഹ, അതൊക്കെയാണ്. ഇപ്പോൾ പോഹ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇതെന്താ രമേശനോ? ഇത് പോഹയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് റോസ്റ്റാണ്. ഈ പോഹ ഞാൻ ഇഷ്ടമാതിരി കഴിച്ചിട്ടുണ്ട്. ബോംബെയിലുള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പല സമയത്തും കടകളിൽ പോയി കഴിഞ്ഞാൽ പോഹയാണ്. ശ്രേയ എന്താ പറഞ്ഞിരിക്കുന്നത്? സമോസ ചാട്ട്. നമ്മുടെ നാട്ടിൽ ഉപ്പുമാവ് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് രമേശ് ഒന്ന് കഴിച്ചിട്ട്? ഇതാ വെള്ളം തന്നിരിക്കുന്നത് ഇതിലാണേ. നമ്മുടെ ഭാഷയിൽ ഇതിനെ തൊപ്പിയിലെന്ന് പറയും. ലോട്ട എന്നാണോ എനിക്കറിയില്ല. മലയാളത്തിൽ ഇതിന് എന്താ പറയാ? കുടം, ചെറിയ കുടം പോലത്തെ ഒരു സാധനം. അങ്ങനെ വീണ്ടും നമ്മുടെ മടുക്കാച്ചായ വന്നു. നോർത്ത് ഇന്ത്യയിൽ വന്നാൽ മടുക്കാച്ചായ ഫുൾ ടൈം മടുക്കാച്ചായ കുടിക്കുക എന്നുള്ളത്. ഇത് മടുക്ക കംപ്ലീറ്റ് തീർത്തിരിക്കുകയാണ്. അതുപോലെ ഉണ്ടല്ലേ. രമേശേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പണ്ട് ഇതുപോലെ അവൽ നനച്ചിട്ട് ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അതുപോലെ അതേ ടേസ്റ്റായി എന്നാണ് പറയുന്നത്. ഭയങ്കര ഇഷ്ടമായി. രമേശേട്ടൻ ഫുള്ള് തീർത്തു. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ഫുഡ് രമേശേട്ടന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ രമേശേട്ടന് രാവിലെ ഇഡ്ഡലിയൊക്കെ വേണം. അത് എപ്പോഴും എവിടെ പുറത്ത് പോയാലും ഇഡ്ഡലി കിട്ടിയാൽ സന്തോഷമാണ് ആൾക്ക്. അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ടെൻഷനായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ശീലമുണ്ട് യാത്ര ചെയ്ത്. അയോധ്യയിലൊക്കെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. രാവിലെ ഇങ്ങനെയല്ലേ എണ്ണയിൽ വെറുതെ സാധനമൊക്കെ എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ വയറിൽ ആദ്യം ഒരു സ്തംഭനമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രമേശേട്ടന് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടമായിരുന്നു. കംപ്ലീറ്റ് തീർത്തുവാണ്. കണ്ടോ, സമോസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനി വറുക്കും. ഇതിലിട്ടിട്ട് വറുക്കും. അപ്പോൾ അടുത്ത് നമ്മൾ സിറ്റി പാലസിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്താണ്. പക്ഷെ നടന്ന് മുഷിയുണ്ടാന്ന് വിചാരിച്ച് വീണ്ടും ഞങ്ങൾ ഓട്ടോ എടുത്തു.
അങ്ങനെ നമ്മളിവിടുത്തെ മെയിൻ അട്രാക്ഷനായ സിറ്റി പാലസിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് മഹാറാണ ഉദയ് സിംഗ് ആണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. മനോഹരമായ ലേക്ക് പിച്ചോളയുടെ തീരത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടോ 2 പീരങ്കി. ഇതുണ്ട്, ഇതിന്റെ നീളം കണ്ടോ, ഇത്രയും വലുതാണ് പാലസ്. ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് മഹാറാണ പ്രതാപിൻ്റെ കുതിരയായ ചേതകിൻ്റെ വലിയൊരു സ്റ്റാച്ചു ആണ്. എത്ര ടൈപ്പ് വാളാ നോക്കിയേ, ചരിഞ്ഞിരിക്കുന്നത്, നേരെ ഇരിക്കുന്നത്, പിന്നെ കഠാരയുണ്ട്, വലുപ്പവും ഡിഫറെന്റ് ആയിട്ടുള്ള വലുപ്പവും. സ്പൂണും ഫോർക്കും ഇതൊക്കെ ഡിഫറൻസ് ആണ് കേട്ടോ. തോക്കുകൾ, ഇത്രയും വർഷം ഭരിച്ച രാജാക്കന്മാരുടെ ഫോട്ടോസും അവരുടെ ചരിത്രവും ഇവിടെ ഉണ്ട്. കണ്ടോ, ഇത്രയും ചെറിയ ഒരു വാതിലാണ് ഓരോ മുറികളും തമ്മിലും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ പാലസിനുള്ളിൽ ഇങ്ങോട്ടേക്കൊരു ആക്രമണം ഉണ്ടായാൽ ശത്രുക്കൾ ഓരോരുത്തരായിട്ടേ വരുള്ളൂ. അപ്പം നമുക്ക് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചെറുത്ത് നിൽക്കാം, ഇങ്ങനെ പോരാടി നിൽക്കാൻ പറ്റും. ഓരോരുത്തരായിട്ടില്ല. നമ്മളിങ്ങനെ കയറി വന്നപ്പോഴും ചെറിയ വീതി കുറഞ്ഞ സ്റ്റെപ്സ് ആയിരുന്നു. കുറച്ച് ഓരോ ആൾക്കാർക്ക് കയറി വരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, കുറച്ച് ഹൈറ്റ് ഉള്ളവർ കുനിഞ്ഞു വേണം നടക്കാൻ. അപ്പം ആരും ഇങ്ങോട്ട് വന്നപ്പോൾ ശത്രുക്കളൊക്കെ കയറി വന്നാലും നേരെ നിൽക്കരുത്, കുനിഞ്ഞു വരണം എന്നുള്ളത് കൊണ്ടാണ്. മുഗളന്മാരുമായിട്ടുള്ള യുദ്ധത്തിന്റെ പിക്ചറാണ്. ഹൈറ്റ് കണ്ടോ, ഇത്രയും ചെറുതാണ് വാതില്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ കുനിഞ്ഞു വേണം അകത്തേക്ക് പോകാൻ. അപ്പോൾ ശത്രുക്കൾ വരികയാണെങ്കിലും ഇവിടുത്തെ രാജാക്കന്മാരുടെ മുന്നിൽ ഒന്ന് കുനിഞ്ഞിട്ട് വേണം അവരെ തോൽപ്പിക്കാൻ പോകാൻ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ. മാത്രമല്ല, ഓരോരുത്തരായിട്ട് സൈനികരൊക്കെ വരികയാണെങ്കിൽ ഓരോരുത്തരായിട്ടാണ് ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പം പെട്ടെന്ന് എതിർക്കുന്നത് കൺട്രോൾ കയ്യിൽ കിട്ടും. കുറെ പേരൊക്കെ വരികയാണെങ്കിൽ ഇവിടെ സ്റ്റക്ക് ആവും. പിന്നെ വീണ്ടും ഇങ്ങനെ വളഞ്ഞു പോകണം അങ്ങോട്ടേക്ക്. ആ ഗുഹയുടെ അകത്തൂടെ പോകുന്ന പോലെ.
ഇവിടൊക്കെ കുറെ പേര് ഒന്നിച്ച് വന്ന ശ്വാസം മുട്ടി മരിക്കും. ആക്സസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതെ, യൂട്യൂബിൽ സിറ്റി പാലസിന്റെ ഒക്കെ വ്ളോഗ് കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സിറ്റി പാലസിന് താഴെ, ഏറ്റവും താഴെ നിന്ന് ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഒക്കെ കയറി, നമ്മൾ കണ്ടില്ലേ ഇടനാഴിയിലൊക്കെ കൂടെ കയറി വന്നിട്ട് അവസാനം എത്തിയ ഒരു ഓപ്പൺ സ്പേസ് ആണിത്. എത്രയും വലിയ ഒരു ഓപ്പൺ സ്പേസ്, നല്ല മണ്ഡപം, ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു മണ്ഡപം, പിന്നെ അവിടെ ഒരു മണ്ഡപം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അതുണ്ടല്ലോ, ഇത് രാജസ്ഥാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാലസ് ആണ്. ഉദയ്പൂരിലെ ഏറ്റവും വലിയ പാലസ് ആണ്. പിന്നെ ഉദയ്പൂരിനെ വൈറ്റ് സിറ്റി എന്ന് പറയും അല്ലേ? വൈറ്റ് സിറ്റി എന്നാണ്. ആകാശത്തിന് മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ കണ്ടില്ലേ, വൈറ്റ് കളറിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സിറ്റി ഇരിക്കുന്നത് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിട്ടാണ്. ഇവിടുന്ന് ദൂരെ കാണാം. ഇങ്ങനെ ഒരു റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ചുറ്റും മലകളാണ്. ആരാവലി ഹിൽസ് എന്നാണ് പറയുന്നത്. ഈ പാലസിന്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ലേക്കാണ് ലേക്ക് പിച്ചോള. പീച്ച എന്ന് പറയില്ലേ, അപ്പം ഇതിന്റെ ബാക്ക് സൈഡിൽ ഉള്ള ലേക്ക് ആയതുകൊണ്ടാണ് ഇതിനെ ലേക്ക് പിച്ചോള എന്ന് പറയുന്നത്. ഇവിടെ കാണാം. വളരെ കഷ്ടപ്പെട്ട് കുനിഞ്ഞു പോകണം. ഇവിടെ നടന്ന ഓരോ യുദ്ധങ്ങളുടെയും ഫോട്ടോസാണ്. ഡോമിന്റെ ഉള്ളിലൊക്കെ എന്തൊരു ഭംഗിയാ നോക്കിയിട്ട്. വീണ്ടും ഇടനാഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, എത്തുന്നില്ലല്ലോ. ശരിക്കും അല്ലല്ല, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്ര പെട്ടെന്നൊന്നും ഇവരെ കീഴടക്കാൻ പറ്റാത്തത്. എത്ര തവണ മുഗളന്മാര് ശ്രമിച്ചിട്ടാണ് കീഴടക്കിയത്. ഇവിടെ ആയിരിക്കണം അവരുടെ രാജ്യസഭ. കണ്ടോ, അവിടെ ഒരു സിംഹാസനം കണ്ടില്ലേ, അവിടെ രാജ്യസഭയും ഇവിടെ ആൾക്കാർ ഇരുന്നിട്ടിങ്ങനെ സംസാരിക്കുമായിരിക്കും. വലിയൊരു ഇടനാഴിയൊക്കെ കടന്ന് വീണ്ടും ഇങ്ങനൊരു സ്ഥലത്തെത്തി. ഇങ്ങനെയുള്ള ഓപ്പൺ സ്പേസിൽ മിക്കവാറും എപ്പോഴും തന്നെ കലാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ രാജസ്ഥാനി അറിയാമല്ലോ, അവരുടെ ഒരു ആർട്ട് എന്ന് പറയുന്നത് ഗൂമർ ആണ്. ഡാൻസ് ഇവിടെ നടക്കും. ഇപ്പോൾ രാജാക്കന്മാർ അവിടെ ഇരുന്നിട്ട് അത് കാണും. അങ്ങനെയായിരുന്നു. മ്യൂസിക്, ഡാൻസ് എല്ലാം ഇവിടെ നടക്കുമായിരുന്നു. അവിടെ രാജാക്കന്മാരിരുന്നത് കാണുമായിരുന്നു. കണ്ടോ, ഇങ്ങനത്തെ ഇടനാഴിയിൽ കൂടെ മാത്രമേ ആർക്കാണെങ്കിലും ഈ ഓപ്പൺ സ്പേസിലേക്ക് വരാൻ പറ്റുള്ളൂ. കഷ്ടിച്ച് ഒരാൾക്ക് ഇങ്ങനെ നടക്കാം.
ആ ക്വീനിന് വേണ്ടി സെപ്പറേറ്റ് പാലസ് അല്ലേ? ജനന മക്കൾ. വീണ്ടും ഇടുന്ന അഴിയാണ്. ക്വീൻ ഡ്രസ്സ് ചെയ്തിരുന്ന റൂമാണിത്. വീണ്ടും ഇങ്ങനൊരു പ്ലേസ്. ഇവിടെ താമസിക്കണമെന്നല്ലേ? കല്ലിൻ്റെ കണ്ട സരസ്വതിയുടെ ഫോട്ടോ വെച്ചിട്ട് അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നു. ഈ രജപുത്ര രാജാക്കന്മാർ സംഗീതപ്രേമികളായിരുന്നു. ആർട്ടിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാനിലാണ് ഹിന്ദുസ്ഥാനിയുടെ ഏകദേശം ഉത്ഭവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് മ്യൂസീഷ്യൻസ് രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് സിറ്റി പാലസിലെ ഈ ഒരു സ്പേസ് കംപ്ലീറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഫുൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ്. സുർപേട്ടി, ശ്രുതി ബോക്സ്. നമ്മൾ മലയാളത്തിൽ ശ്രുതിപ്പെട്ടി എന്ന് പറയില്ലേ? ശ്രുതിപ്പെട്ടി എന്ന് പറയും. ഒരു ചെറിയ ഹാർമോണിയം അല്ല, ഒന്നോ രണ്ടോ ശ്രുതി മാത്രമേ അതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിങ്ങനെ വീട്ടിയാണ് പാടുന്നത്. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു ശ്രുതിപ്പെട്ടി. ഞാൻ അത് വെച്ചിട്ടാണ് കോമ്പറ്റീഷനൊക്കെ പാടിക്കൊണ്ടിരുന്നത്. 4ാം ക്ലാസ് 5ാം ക്ലാസ് ഉള്ളപ്പോൾ. ആ സമയത്ത് ഇലക്ട്രോണിക് ശ്രുതി ബോക്സ് ഇല്ലായിരുന്നു. ഇത് 1900 ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ മാപ്പാണ്. വിഭജനത്തിന് മുൻപൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ഉൾപ്പെട്ടത്. സിറ്റി പാലസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. ഇവിടെയും ഇതുപോലൊരു ഔട്ട്ഡോർ സ്പേസാണ്. ഇത് മോരാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഫിക്സഡ് താലിയാണ്. 2 റോട്ടിയുണ്ട്, പിന്നെ സാലഡ്, റൈസ്. ഇത് സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊരു ആലു കറി, ദാൽ. പിന്നെ ഇതുണ്ട്. ഇതെന്താ? മോര് വെള്ളമാണോ? ബട്ടർ മിൽക്ക്. നല്ല ബട്ടർ മിൽക്ക് കഴിക്കാം. അങ്ങനെ സിറ്റി പാലസ് കണ്ടു കഴിഞ്ഞു. എന്ത് വലിയ പാലസാ അല്ലേ? ഉദയ്പൂരിലെ ഏറ്റവും വലിയ പാലസാണ്. രമേശ് ചേട്ടൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലേ? ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ വന്നു. ഗോദ്രേജിലുള്ള സമയത്ത് ഞങ്ങളുടെ കമ്പനിയുടെ ആനുവൽ കോൺഫറൻസ് ഉദയ്പൂർ ഉണ്ടായിരുന്നു ഒരു തവണ. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് അന്ന് വിസിറ്റ് ചെയ്തതാണ്. നല്ല സൂപ്പർ പാലസ് അല്ലേ? ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിരുന്നോ അന്ന്? ഇല്ല,
അന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിച്ചില്ല. ഇത്തവണ അങ്ങനെ വൈഫിന്റെ ഒരു ഡിസിഷൻ കാരണം പിന്നെയും എന്നോട് താങ്ക്സ് വരാനിടയായി. പറയൂ. താങ്ക് യു. ചുമ്മാ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് നടന്നു, പക്ഷെ എന്നാലും ഇതൊക്കെ ജീവിതത്തിൽ കണ്ടിരിക്കണ്ടേ. ഭാരതത്തിന്റെ പൈതൃകവും ഇതൊക്കെ അല്ലേ നമ്മൾ ആദ്യം കാണേണ്ടത്. എന്നിട്ട് മതിയല്ലോ നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു നമുക്ക് ആദ്യം ഭാരതത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് മതി പുറത്തേക്ക് പോകാനെന്ന്. അങ്ങനെ എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു രാജസ്ഥാൻ. അങ്ങനെ ഉദയ്പൂരിൽ വന്നു. ഈ പാലസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഓരോ രാജാക്കന്മാര് അവരുടേതായിട്ടുള്ള കൺസ്ട്രക്ഷൻ ബ്ലോക്കുകൾ ഇങ്ങനെ ചേർത്ത് ആഡ് ചെയ്തിട്ടാണ് ഈ പാലസ് അത്രയും വലിയ പാലസ് ആയിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഇടനാഴിയാണ് കേട്ടോ. ഒരാൾക്ക് മാത്രമേ ഉള്ളിൽ ഇങ്ങനെ ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇടനാഴി കൂടെ പോകണം. ഇങ്ങനെ പോയി വരുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ്, പിന്നെ അതിൽ നിന്ന് ഇടനാഴി കൂടെ പോയി വരുമ്പോൾ ഓപ്പൺ സ്പേസ്. അതും ഡോർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുനിഞ്ഞ് വേണം പോകാൻ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രജപുത്രന്മാരുടെ മുന്നിൽ ആര് വന്നാലും ഇങ്ങനെ കുനിഞ്ഞ്, അതായത് അത്രയും പവർഫുൾ ആയിട്ടുള്ള നല്ല രാജാക്കന്മാരായിരുന്നു, സ്വാഭിമാനികളായിട്ടുള്ള രാജമാർ. അതെ, വളരെ സേഫ്റ്റി. പിന്നെന്താ, ഇവര് അവരുടെ പ്രജകളെ വളരെ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു, ആർട്ടിനെ സ്നേഹിച്ചിരുന്നു. പിന്നെന്താ, ശത്രുക്കളിൽ നിന്നൊക്കെ എല്ലാവരെയും എല്ലാ കാലത്തും അവര് രക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് ഈ കൊട്ടാരം കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 400 വർഷത്തോളമായി അവരുടെ പരമ്പര ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ കൊട്ടാരത്തിന്റെ ഏതോ ഒരു സൈഡില് ഈ റോയൽ ഫാമിലിയും താമസിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സിറ്റി പാലസിന്റെ കാര്യങ്ങൾ, അല്ലേ? വലിയൊരു എപ്പിസോഡായിരിക്കും ഇത്.